നമസ്കാരം. കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയുടെ ഞെട്ടലിലായിരുന്നു ഇന്ന് കേരളം. വളപട്ടണം മന്നയിൽ അരി മൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട് കുത്തിത്തുറന്ന് 1 കോടി രൂപയും 300 പവനുമാണ് കവർന്നത്. അഷ്റഫും കുടുംബവും മധുരയിലെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടെന്ന സംശയത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് കവർച്ചാ സംഘം 3.5 കിലോ സ്വർണം കവർന്നിരുന്നു. 2 വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ സ്വർണം കവർന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കേരളത്തിൽ കൊള്ളക്കാർ വാഴുന്നു. നമുക്കൊപ്പം ചർച്ചയിൽ ഈ കവർച്ച നടന്ന മന്ന വാർഡിന്റെ കൗൺസിലർ സിന്ധു KV ചേരും. ജോർജ് ജോസഫ് ഉണ്ട്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. ശ്രീ മോഹൻ റോയ്, മനഃശാസ്ത്രജ്ഞൻ. ശ്രീ പ്രിൻസ് ജോർജ്, സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, വല്ലാത്ത ഞെട്ടലാണ് ഈ വാർത്തയുണ്ടാക്കിയത്. ഒന്ന്, ഇത്രയധികം പണവും സ്വർണവും ഒരു വീട്ടിൽ സൂക്ഷിക്കുന്നു എന്ന കാര്യം. മറ്റൊന്ന്, അത് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പോലീസ് ഡോഗ് അത് ട്രെയിൻ ലൈനിലൂടെ നടന്ന് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രതികൾ അത് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ വിവരം വരുമ്പോൾ. ഈ വാർത്ത മൊത്തം കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇവരെ വളരെ അടുത്തറിയാവുന്ന ആളുകൾ ആയിരിക്കുമോ ഇതിന് പിന്നിൽ? കാരണം ഈ യാത്ര പോകുന്നതും ഇതെവിടെയാണ് സൂക്ഷിക്കുന്നത് പണവും സ്വർണവും എന്നൊക്കെ വളരെ അറിവുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഇവരുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ പരിചയക്കാരോ അങ്ങനെ ആരെങ്കിലും തന്നെ ആയിരിക്കും എന്ന നിഗമനം പോലീസിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ഈ വാർത്ത മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഞാനിത് അങ്ങനെ കരുതുന്നില്ല. കാരണം ഇതൊരു പ്രൊഫഷണൽ ഓപ്പറേഷനാണ്. കാരണം വീട്ടുകാരോ അവരെ അറിയാവുന്നവരോ ആരും അല്ല ഇതിൻ്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പോലീസിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലീസ് അത് എലിമിനേറ്റ് ചെയ്യട്ടെ. അതിനെന്തെങ്കിലും കഥയുണ്ടോ എന്ന് അവർ നോക്കട്ടെ. പക്ഷേ ഇത് അവിടെ കയറിയ 3 പേര് ആ റെയിൽവേ ട്രാക്കിനടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. 3 പേര് മടങ്ങിപ്പോയത് റെയിൽവേ ട്രാക്കിൽ കൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് നായെ ട്രാക്ക് ചെയ്തപ്പം അത് റെയിൽവേ ട്രാക്കിൽ കൂടെ പോയി വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ചെന്നിരിക്കുന്നു. പോലീസ് നായയുടെ അതിന് സ്മെല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കേസിനകത്ത്. കാരണം ആ വീട് ഡിസ്റ്റർബ് ചെയ്തില്ല. കാരണം അവിടെ പോലീസ് വന്ന ശേഷം മാത്രമേ, എക്സ്പെർട്സുകൾ വന്ന ശേഷം മാത്രമേ ആ വീടിനകത്ത് എല്ലാവരും പ്രവേശിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ കാര്യം പോലീസ് അവിടെ കൃത്യമായിട്ട് നോക്കി. ഈ താക്കോല് ആണ് മണപ്പിച്ചത് പോലീസ് നായെ. അപ്പോൾ ഏറ്റവും അവസാനം അത് കൈകാര്യം ചെയ്ത് അവർ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് അത് റെയിൽവേ ട്രാക്കിൽ കൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്. എന്തായാലും വീട്ടുകാരുമായിട്ട് അറിയാവുന്നവർ ആണോ ഇല്ലയോ എന്ന് നോക്കിക്കോട്ടെ പോലീസ്. പക്ഷേ ജോർജ് ജോസഫ്, അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം ഇവിടെ ഇപ്പോൾ ഈ വീട്ടുകാർ ഇല്ലാത്ത ഒരു ദിവസം തന്നെ ഇതിൻ്റെ കവർച്ചയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. മറ്റൊന്ന്, ഇത് അവിടെ തന്നെ അവർ ഒരു ലോക്കർ സംവിധാനത്തിൽ സൂക്ഷിച്ചിരുന്ന ഇടമാണ്. അതിൻ്റെ പൂട്ട് ഒരിടത്ത് പൂട്ടി, ആ പൂട്ട് മറ്റൊരലമാരിയിൽ സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അറിയാവുന്ന വ്യക്തികളായിരിക്കണം ഒരു പക്ഷേ. അല്ലെങ്കിൽ ഇതൊന്നും പൊളിക്കാതെ എങ്ങനെ ഇത് സ്വന്തമാക്കി? കൃത്യമായി ഈ പൂട്ട് എവിടെ എന്നത് അറിയാമായിരുന്ന വ്യക്തികളായിരിക്കില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത്. അത് സാധാരണക്കാരുടെ ചിന്തയാണത്. കാരണം കള്ളന്മാർക്ക് അവരുടെ തൊഴിൽ ഇതാണ്. എവിടെ വെക്കും ഒരു വീട്ടിലെ താക്കോല്, എവിടെയൊക്കെ താക്കോലുണ്ടാവും, ആ വീട്ടിലെ സ്വത്തുണ്ടെങ്കിൽ അത് പൂട്ടി എവിടെയൊക്കെ താക്കോലുകൊണ്ട് ഒളിച്ചു വെക്കും എന്നൊക്കെ നമ്മളേലും ആ വീട്ടുകാരേലും നിശ്ചയം ഈ കള്ളന്മാർക്കാണ്. കാരണം അവരുടെ പ്രൊഫഷൻ ഇതാണല്ലോ. അപ്പോൾ അതിലൊന്നും നമ്മൾ സംശയിക്കേണ്ട. കാരണം ഒരു കള്ളന്മാർ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു താക്കോൽ ഇരുന്ന് കണ്ടിട്ട് അവരവിടെ എല്ലാം പെട്ടെന്ന് പരിശോധിച്ചിട്ട് താക്കോൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് ആ താക്കോൽ വെച്ച് എവിടെയൊക്കെ തുറക്കാം. പിന്നെ ലോക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ താക്കോൽ തപ്പും അവർ. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഇദ്ദേഹം ഈ KP അഷ്റഫ് ഒരു വ്യാപാരിയാണ്, ഹോൾസെയിൽ വ്യാപാരിയാണ്, അരി വിൽപ്പനക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ ഒത്തിരി കടകളുണ്ട്, ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഡെയിലിയുള്ള കളക്ഷൻസ് ഇത്ര എമൗണ്ട് വരും, ചിലപ്പോൾ ഇത് കൂടുതൽ വരാം. അത് ചിലപ്പോൾ അടുത്ത ദിവസമേ ബാങ്കിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഓൺലൈനിൽ എല്ലാം ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെ ക്യാഷ് അടയ്ക്കണമെന്നല്ല, ചില്ലറ വിൽപ്പനക്കാരുടെ പൈസയും വരും. അപ്പോൾ അത് കളക്ട് ചെയ്ത് ഒന്നിച്ച് ചിലപ്പോൾ ഒരു ഞായറാഴ്ച ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാത്ത തിങ്കളാഴ്ച അടയ്ക്കുള്ളൂ. അതുകൊണ്ട് വീട്ടിലെ പണം സൂക്ഷിക്കുന്നതിൽ അത് കുറ്റപ്പെടുത്തുന്നതിൽ ഞാൻ തയ്യാറല്ല. കാരണം അത് വലിയ വ്യാപാരി ഹോൾസെയിലുകാർ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് 300 പവൻ അത് തീർച്ചയായിട്ടും ഭാര്യയുടെയും മകളുടെയും ആണെന്ന് പറയുന്നുണ്ട്. ആ 300 പവൻ മാല അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു ബാങ്കിലോട്ട് മാറ്റുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതും അവരും ഉണ്ടായില്ല. പലരും അവരുടെ സ്വർണ്ണങ്ങളൊക്കെ വീട്ടിൽ തന്നെ സ്ത്രീകൾ സൂക്ഷിക്കുന്നത് ഒരു പതിവ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ആ ഡോഗ് ട്രാക്കിൽ കൂടെ പോയതിൽ നിന്ന് ഈ വരുന്ന കള്ളന്മാർ, അവിടെ കയറിയിരിക്കാൻ സാധ്യതയുള്ള കള്ളന്മാർ ട്രെയിനിൽ വരുന്നവരും അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നവരും തന്നെയാണ്. ആ വീട് അവർ കുറേ ദിവസം കൊണ്ട് പരിശോധിച്ചിട്ടുണ്ടാവും. അടുത്ത് എവിടെയെങ്കിലും ലോഡ്ജിൽ ഇവർ താമസിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പരിശോധിച്ച ശേഷമാണ് പോകുന്നത്. ഇതിനകത്ത് 3 പേരാണ് കയറിയിരിക്കുന്നത്. അവർ മുഖം മറച്ചിട്ടുണ്ട്. വീടിനകത്തുള്ള CCTV ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അവരെ ഇത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇവർ മാസ്ക് വെച്ചിട്ടുണ്ട്, ഇവർ ഗ്ലൗസ് ഉപയോഗിക്കും. കാരണം ഈ ഒരു ഗ്യാങ് ബംഗാൾ ബേസ്ഡ് ഗ്യാങ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. റഷീദാബാദിൽ അവിടെയുള്ള ഒരു പിസ്റ്റനൊക്കെ ഉപയോഗിക്കാനും ഇന്ത്യ മുഴുവൻ മോഷണം നടത്തുന്ന ഗ്യാങ്ങാണ്. കേരളത്തിൽ അവർക്ക് 1-2 ഓപ്പറേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ആ കാര്യം നോക്കണം. ഈ ഗ്യാങ് അവർ ട്രെയിനിലേ വരുള്ളൂ, ട്രെയിനിൽ തന്നെ മടങ്ങിപ്പോവും. റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള വീടുകളിൽ മാത്രമാണ് കയറുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഈ റെയിൽവേ ട്രാക്കിന് അടുത്ത് തന്നെയാണ് ഈ വീട്. അപ്പോൾ അത് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി ആണ്. അതുകൊണ്ട് ആ ഗ്യാങ്ങിനെ തീർച്ചയായിട്ടും നോക്കണം. ഇൻമേറ്റ്സോ ബന്ധുക്കളോ ഒക്കെ നോക്കിക്കോ പോലീസ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരെ ഫിംഗർ പ്രിൻ്റ് ഇട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരെ CCTV ദൃശ്യമുള്ളതൊക്കെ അവർ നേരത്തെ വാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും മുഖം കൊടുക്കില്ല. ഇവർ സാധാരണ വെൽ ഡ്രസ്ഡ് ആയിരിക്കും. ഈ റഷീദാബാദ് ബംഗാളിലുള്ള ഗ്യാങ് ഫുൾ സ്ലീവ് ഇട്ടിട്ടേ വരുള്ളൂ. അവരെ ഫിംഗർ പ്രിൻ്റ് കിട്ടത്തില്ല. അതൊക്കെ അവർ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ വെൽ ഡ്രസ്സ് ഒരു ഓപ്പറേഷൻ വന്ന സമയത്ത് ഇടുന്ന ഡ്രസ്സ് പോകുമ്പം അത് മാറാൻ പറ്റുമെങ്കിൽ അവർ മാറും. റെയിൽവേ കയറി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡ്രസ്സ് മാറും. അപ്പോൾ നമ്മൾ അവരുടെ ഡ്രസ്സിൻ്റെ നിറമൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ അവരെ കിട്ടാൻ പറ്റില്ല. നല്ല ഓപ്പറേഷൻ നടത്തുന്നവരാണ്. കേരളത്തിലൊരു ഓപ്പറേഷൻ അവർ നടത്തിയിട്ടുണ്ട് നേരത്തെ. അതിനല്ല ഈ റഷീദാബാദ് ഈ ബംഗാളിലുള്ള ഈ ഗ്യാങ് വേറൊരു ഗ്യാങ് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർ വയനാട്ടിൽ അവരെ മാനന്തവാടിയിലോ പരിസരത്തോ അവരെ വെച്ച് പിടിച്ചെന്നായിട്ട് ഞാൻ അറിയാം. അവർ പച്ചക്കറി ബിസിനസ്സായിട്ട് നടത്തി വീടുകളെല്ലാം നോക്കിയെടുത്ത് വെക്കും. അങ്ങനെ ഒരു ഗ്യാങ്ങിനെ പിടിച്ചിട്ടുണ്ട്. അവർ സ്ഥിരം കേരളത്തിൽ താമസക്കാരാണ്. പല സ്ഥലങ്ങളിലും പച്ചക്കറി വിറ്റു. അപ്പോൾ അത് പോലീസ് ഈ കരുത്തി നോക്കണം. ഇതിനകത്ത് നേരത്തെ പിടിച്ച ഒരു 3 പേരുടെ ഒരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്. അവരെ പോലീസ് എന്തായാലും നോക്കണം. അവർ 3 പേരും അവർ 49 വയസ്സുണ്ട്. 48-49 വയസ്സുള്ള 2 വർഷം മുമ്പ് കേരളത്തിൽ ഒരു കേസിൽ അവരെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ വയസ്സ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 50-51 വയസ്സ്. അപ്പോൾ ആ മതിൽ ചാടി കയറിയ ആൾക്കാരെ അവരെ ഏജ് അത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഉദ്ദേശം അതൊരു 19 വയസ്സുള്ളവരാണോ എന്ന് നോക്കണം 3 പേര്. അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം ഏകദേശം ഒരേ പ്രായം തന്നെയാണ് ആ ഗ്യാങ്ങിന്. അപ്പോൾ അത് ബംഗാൾ ഗ്യാങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാങ്ങിനെ പോലീസ് എന്തായാലും അത്യാവശ്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അത് റെയിൽവേ ട്രാക്കിൽ കൂടെ മാത്രം വരികയും പോവുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. മറ്റ് ഗ്യാങ്ങുകളെ ഈ കേരളത്തിൽ കുറേ നാളുകളായിട്ട് പച്ചക്കറി ബിസിനസ് ചെയ്യുന്ന 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ. അത് നോക്കണം. പിന്നെ ഈ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാങ്ങിനെ അത് റെയിൽവേ CI നേരത്തെ പിടിച്ചിട്ടുണ്ട്. അവർ ഈ ട്രെയിനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്. വെൽ ട്രസ്റ്റഡ് ആണ്. AC ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ അവരെ റെയിൽവേയിൽ ഒരു ഇൻസ്പെക്ടർ ഇവരെ ബംഗാളിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ 3 പേര് അവരെ ഏജ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് നോക്കണമെന്ന് പറയുന്നത്. അവർ ട്രെയിനകത്തുള്ള ആൾക്കാരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് അവരെ മയക്കിയിട്ട് അവരുടെ ബാഗിലുള്ള മുഴുവൻ ക്യാഷും ഗോൾഡും അടിച്ചുകൊണ്ട് പോകും. അത് ബാഗ് കുത്തിപ്പൊളിക്കൊന്നുമില്ല. വളരെ കണ്ണിങ് ആയിട്ടാണ്. അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലായ എല്ലാം നഷ്ടപ്പെട്ടെന്ന്.
അങ്ങനെ കേരളത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഈ ബംഗാളുകാരാണ്, ആ ഗ്യാങ് ആണ്. അതുകൊണ്ട് ഈ കേസിനകത്ത് അവരെ കൃത്യമായിട്ട് നോക്കണം. അവർക്ക് 49-50 വയസ്സ് പ്രായമുള്ള 3 നല്ല ആരോഗ്യമുള്ളവരാണ്. അവരെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻ യാത്രക്കാരാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ അവരെ സംശയിക്കാൻ കാരണം. അതുകൊണ്ട് പോലീസ് ഈ കാര്യം ശ്രദ്ധിക്കണം. ഈ കേരളത്തിൽ തന്നെ ഇനി 371 പവൻ പോയ ഒരു കേസ്, അത് അൺഡിറ്റക്റ്റഡ് ആണ്, തൃശ്ശൂർ ജില്ലയിലുണ്ട്. 13 ലക്ഷം രൂപയായി 371. അത് ഒരു 2-3 വർഷം മുമ്പ്. അത് ഡിറ്റക്ഷൻ ആയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഗ്യാങ് ഇവിടെ വരുന്നുണ്ട്, ചില കേസ് തെളിയുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ശരി. അതുകൊണ്ട് ഈ ശ്രദ്ധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ സ്പോട്ടിലെത്തുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. ഫോറൻസിക് സംഘമൊക്കെ പരിശോധന നടത്തി ഈ റെയിൽവേ ട്രാക്കിലേക്ക് പ്രതികൾ പോയത്, അവർ ആ വഴി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് CCTV മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലറായ സന്ധ്യ നമുക്കൊപ്പം ചേരുകയാണ്. കേൾക്കാമോ എന്നെ? സിന്ധു കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. കേരളം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ കവർച്ചയുടെ വാർത്ത കേട്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും വലിയ രീതിയിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കിട്ടിയ വിവരം, കുടുംബം ഇന്നലെ രാത്രി തന്നെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു, പോലീസ് എത്തി. ഇന്നലെ തന്നെ പരിശോധനകളെല്ലാം നടന്നു. ഇന്ന് രാവിലെയോടുകൂടി ഫിംഗർ പരിശോധന നടന്നു. അതുപോലെ തന്നെ പോലീസ് നായ വന്നു. ചിറക്കൽ ഗേറ്റ് ഗുഹ വഴിയാണ്, സ്റ്റേഷൻ വഴിയാണ് മോഷ്ടാക്കൾ പോയിട്ടുള്ളത്. അതാണ് ഇന്ന് രാവിലെ കിട്ടിയ വിവരം. കുടുംബങ്ങൾ ഇന്നലെ രാത്രി തന്നെ അനുദിത്തിയുടെ വീട്ടിലേക്ക് മാറിപ്പോയി. കൂടാതെ ഇത്രയും സ്വർണങ്ങളും പണങ്ങളും വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്ത് വെച്ചാലും അപകടം തന്നെയാണ്. അത് ബാങ്കുകൾ നിക്ഷേപിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, ഇന്നത്തെ സമൂഹത്തിൽ മോഷ്ടാക്കൾ കൂട്ടിക്കിടന്ന വീടുകളിലാണ് കൂടുതലായിട്ടും മോഷണം നടക്കുന്നത്. ക്യാമറയിൽ രണ്ടുപേരുടെ ഫോട്ടോ പതിഞ്ഞതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്നും കിട്ടാൻ കഴിയുണ്ട്. കൂടാതെ പോലീസ് അതിരൂക്ഷമായി തന്നെ അത് പരിശോധനയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. സിന്ധു, ഇവിടെ ഇപ്പോ ഈ വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയുന്നവരാണോ? തോന്നുന്നത് സിന്ധു കേൾക്കാമോ? കേൾക്കാം. ഇവരെയൊക്കെ ഈ വീട്ടിലുള്ളവരെയൊക്കെ അറിയുന്നതാണോ? നേരിട്ട് അറിയുന്നവരാണോ? എനിക്ക് നേരിട്ട് അറിയാവുന്നത് തന്നെയാണ്. അവര് ഇന്നായിട്ടല്ല, പലതവണയായിട്ട് വിദേശത്തെല്ലാം പോയി വരുന്നവർ, പൂട്ടിയിട്ടിട്ട്. ഇതാദ്യമായിട്ടല്ല. ഇത് സുഹൃത്തിന്റെ കല്യാണത്തിന് മധുരയിൽ പോയിട്ട് എന്നാണ് വിവരം കിട്ടിയത്. ഇവരാദ്യമായിട്ടല്ല ഇങ്ങനെ പോകുന്നത്. അപ്പം ഇത് ആസൂത്രണമായി നടന്ന ഒരു മോഷണമാണ്. കൂടാതെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരായിരിക്കുമെന്നാണ് എന്റെ ഒരു നിഗമനം. അല്ലാതെ ഇത്രയും കാലം ഇങ്ങനെ പോയി പെട്ടെന്ന് ഒരു മോഷണം നടക്കേണ്ട സ്ഥിതിയല്ലല്ലോ. ഇപ്പോ ഈ വീട്ടുകാരെ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തു, ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത്. പക്ഷേ അവരെ കിട്ടിയില്ല, അവർക്ക് അതിനുള്ള താല്പര്യവുമില്ല എന്നാണ് മനസ്സിലാക്കിയത്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെയുള്ള യാത്ര നടത്തുന്നവരാണ്, ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാകും എന്ന് ആർക്കും സംശയിക്കാം. അതിനപ്പുറം ഇവരുമായി അടുപ്പമുള്ളവർ എന്ന ഒരു സംശയം ഈ വീട്ടുകാർക്ക് ഉണ്ടോ? അങ്ങനെ വീട്ടുകാർ സംശയിക്കുന്നുണ്ടോ? അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? വീട്ടുകാർ അങ്ങനെ സംശയപരമായിട്ടൊന്നും പറഞ്ഞില്ല. അവര് ചോദ്യം ചെയ്യാൻ ഇന്ന് രാവിലെ എത്തിയിരുന്നു. അത് കഴിഞ്ഞ് പോയി. പോലീസിനോ ശരിക്കും വിശദമായി പറയാൻ കഴിയുള്ളൂ. ഞാൻ രാവിലെ ഒന്ന് സന്ദർശിച്ചിരുന്നു. ആളുകളുമായിട്ടൊക്കെ അടുത്തിടപഴകുന്നവരൊക്കെ തന്നെയാണോ? ഇവർ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളത് പരിസരവാസികൾക്കൊക്കെ അറിവുള്ള കാര്യമായിരുന്നു. പരിസരവാസിക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അറിയാമായിരിക്കും. പരിസരവാസിയൊക്കെ അങ്ങനെ അറിയുന്നു തോന്നുന്നില്ല. അവര് മധുരക്ക് പോയത്. അവര് പുറത്തെ ആൾക്കാരുമായിട്ട് അങ്ങനെ ബന്ധമില്ല. സമയം ഗേറ്റ് പൂട്ടിയിട്ടിട്ടല്ലാന്ന് ഉണ്ടാവല്. ഉണ്ടാവുമ്പം തന്നെ അടച്ചിട്ട ഒരു രീതിയിലാണ് വീട് ഉണ്ടാവല്.
ആളുമായിട്ട് അങ്ങനെ ബന്ധമില്ല. ഇന്ന് ആ വീട്ടിനുള്ളിൽ കയറിയിരുന്നു അല്ലേ? പോലീസൊക്കെ എത്തിയപ്പോ, ഉദ്യോഗസ്ഥരൊക്കെ എത്തിയപ്പോ വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല. പോലീസ് അങ്ങനെ കയറ്റില്ലല്ലോ. അവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗേറ്റിന് അവിടുന്നാണ് ഞാൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഓക്കെ. ഇതിപ്പോ റെയിൽവേ ട്രാക്കിലൂടെയാണ് പോലീസ് നായ പോയിരിക്കുന്നത്. ഈ ട്രെയിൻ വഴി എത്തി മോഷണം നടത്തി അങ്ങനെ മടങ്ങിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാണോ പോലീസുകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്? അങ്ങനെ തന്നെ പോലീസിന്റെ നിഗമനം. ഒരു പക്ഷേ അതുപോലെ തന്നെ പുതിയ പറമ്പ് പൂട്ടിയിട്ട വീടില് ഇതുപോലെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. അത് ഇതുവരെ പ്രതിയെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതും കഠിനമായി പ്രയത്നിച്ച പോലീസിനെ കണ്ടെത്താമെന്ന് വിചാരിക്കുന്നു. കാരണം ക്യാമറയിൽ 2 പ്രതികളെ പതിഞ്ഞിട്ടുണ്ടല്ലോ. 3 പേര് മതിൽ ചാടി ഇറങ്ങുന്നത് CCTVയിലുണ്ട്. ചാടി ഇറങ്ങുന്നത്. ഈ അടുത്തൊരു മോഷണം നടന്നു എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണോ? കഴിഞ്ഞ ആഴ്ച പുതിയ പറമ്പ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഒരു വീട്ടിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് കണ്ട്. എന്താണ് മോഷണം പോയത് അവിടെ നിന്ന്? പക്ഷെ അവിടെ നിന്ന് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുത്തി തുറന്ന് കയറിയതല്ലാതെ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വേറെ എവിടെയെങ്കിലും സമാനമായിട്ടുള്ള അറ്റംപ്റ്റ് എങ്ങാനും നടന്നതായിട്ട് അറിയുമോ? ചെറക്കൽ പഞ്ചായത്തിൽ തന്നെ പലയിടങ്ങളിലും മോഷണം നടന്നതായിട്ടുണ്ട്. പ്രതിയെ കണ്ടുകിട്ടുന്നതെല്ലാം പിടിച്ചിട്ടുണ്ട്. കൂടാതെ കുറെ ഭാഗം ഇങ്ങനെ പരാതിയായിട്ട് പോകുന്നതേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. ഈ വീട് നമ്മൾ കാണും പറഞ്ഞു. പോലീസ് അതിസമർത്ഥമായി പിടിച്ചാൽ നമുക്ക് പ്രതികളെ പിടികൂടാം. പോലീസിന്റെ കൈമേലിരിക്കുന്നതല്ല. ഈ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ വീട്, ഫ്രണ്ടില് അതുപോലെ ഒരു വഴിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ CCTVകൾ ഉള്ള ഇടങ്ങളാണോ ഈ വഴികളൊക്കെ? അവിടെയൊക്കെ എങ്ങനെയാണ്? CCTV ആ വീടിലും ഉണ്ട്, കുറച്ച് മുന്നോട്ടുള്ള ഒരു വീടിലും ഉണ്ട്. വീടുകളിലേ ഉള്ളൂ, അല്ലാണ്ട് വഴികളിലില്ല അല്ലേ? റെസിഡൻസ് അസോസിയേഷന്റേതായിട്ടൊന്നും വഴികളിൽ CCTVകളില്ല. റിഫ്ത ഹാളിലുണ്ട് ക്യാമറ. അതുപോലെ പിന്നെ ഈ വീട്ടിലാണ് വരുന്നത്. പിന്നെ കുറച്ചപ്പുറം പാലത്തിന്റെ ആ ഭാഗത്തും ആയിട്ട് വരുന്നുണ്ട്. പ്രതികൾ കടന്നത് ഈ വീടിന്റെ തൊട്ട് വശത്തായിട്ട് ഒരു റോഡുണ്ട്, അതായത് റെയിൽവേയിൽ എത്തുന്നത്. അതിലൂട്ടിയാ കടന്നു പോയിട്ട് ഉള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസിനായി വന്നിട്ടുള്ള ആ വഴിയാണ് പോയത്. വളപട്ടണം സ്റ്റേഷനിൽ എത്തുന്ന ഭാഗമാണത്. ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ടോ അവിടെ? അങ്ങനെ അവർ സ്ഥാപിച്ചിട്ടുള്ള CCTVകളോ മറ്റോ ഉണ്ടോ? അങ്ങനെ ഇവര് പോകുന്നതോ വരുന്നതോ ആയ ദൃശ്യങ്ങളെങ്ങാനും ലഭ്യമായിട്ടുണ്ടോ? ഇല്ല. നിരീക്ഷണത്തിലുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തില്ല, എല്ലാവരോടും പരിശോധിക്കുക CCTV. അതുപോലെ തന്നെ റെസിഡൻസ് ആ ഭാഗത്തില്ല, ചെറക്കൽ ഗേറ്റ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണുള്ളത്. അത് ചെറക്കൽ പഞ്ചായത്തിൽ അങ്ങനെ റെസിഡൻസിന്റേതായിട്ടൊരു ക്യാമറകൾ വെച്ചതായിട്ട് അറിവിലില്ല. മാലിന്യവുമായി ബന്ധപ്പെട്ട് മാത്രം പൊതുസ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതല്ലാതെ റെസിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ വലിയൊരു കവർച്ച നടന്ന് ഇത്രയധികം പണവും സ്വർണവും ആയതുകൊണ്ടാണ് കേരളം മൊത്തം അത് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ നമ്മളുടെ വാർത്തയുടെ താഴെയൊക്കെ വരുന്ന കമൻറ്റുകൾ, ഇത്രയും പണം അവിടെ സൂക്ഷിക്കുന്നത് എന്തിനാണ്, ഇത്രയും പണം എങ്ങനെ ചെലവഴിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ സൂക്ഷിക്കണമെന്നോ അറിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കമൻറ്റുകൾ കേൾക്കുന്നുണ്ട്. ബിസിനസ്സുകാരാവുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അങ്ങനെയൊരു തോന്നൽ പുറമേ ഉള്ളവർക്കും ഉണ്ടാകുമോ? ഇവിടെ പണം ഉണ്ടാകും, അല്ലെങ്കിൽ ഇവർ പണക്കാരാണ് അതുകൊണ്ട് ഇവിടെ പണം സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ് ആവശ്യങ്ങൾക്ക് വീട്ടിൽ പണം സൂക്ഷിക്കും എന്ന ഒരു തോന്നൽ പുറമേക്ക് തന്നെ ഉണ്ടാവുമോ? ഇപ്പം പുറമേ നോക്കുന്നവർക്ക് ഉണ്ടാകുമല്ലോ. അവര് നല്ല സമ്പത്തുള്ളവരാന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പുറമേ ആ വീടിന്റെ ഒരു ഘടന നോക്കുമ്പോൾ ഉണ്ടാവും. ഇവർ ബിസിനസ്സുകാരായതുകൊണ്ട് അത് അറിയാവുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും അല്ലേ? ഓക്കെ, എന്തായാലും തുടരുക സിന്ധു. ഞാൻ സിന്ധുവിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ സിന്ധു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതോടൊപ്പം തന്നെ ഈ മതിൽ ചാടി കടന്നെത്തിയ ഈ കവർച്ചാ സംഘം 2
ബാക്കിലെയും ഫ്രണ്ടിലെയും കതവുകൾ പൊളിച്ചകത്ത് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അവരെ കൊണ്ട് അത് തകർത്തകത്ത് കയറാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അത് ആ കൺസ്ട്രക്ഷനിൽ അവർ കാണിച്ചിട്ടുള്ള പ്രത്യേക ശ്രദ്ധ കൊണ്ടാകണം. പക്ഷേ വാതിലിൻ്റെ കാര്യത്തിൽ ഉള്ള ശ്രദ്ധ പക്ഷേ ഗ്രില്ലുകൾ വെച്ചെടുത്തുണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഗ്രില്ല് പൊളിച്ചുകൊണ്ടാണ് അവർ അകത്ത് കയറുന്നത്. നമ്മൾ സമാനമായി തിരുവനന്തപുരത്ത് ഏതാണ്ട് 100 പവനോളം കവർന്ന ഒരു സംഭവം നഗരമധ്യത്തിൽ ഒരു വീട്ടിലുണ്ടായി. അവർ തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്താണ് കവർച്ച നടന്നത്. അത് മുകളിലത്തെ കതക് തുറന്നിട്ട് അതിലേക്കൂടെ ആൾ കയറുകയായിരുന്നു. അപ്പോൾ വാതിലുകൾ സുരക്ഷിതമാണ്, പക്ഷേ ഗ്രില്ലുകൾ അത്ര സുരക്ഷിതമായിരുന്നില്ല. അതുവഴി ഉള്ളിൽ കടക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും പണം സൂക്ഷിക്കാൻ പറ്റിയ ഇടമല്ല വീട്. അപ്പോൾ അത് കൈകാര്യം ചെയ്തതിൽ അവർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അഷ്റഫ് നല്ല വ്യവസായിയല്ലേ. അപ്പോൾ എപ്പോഴും ഇതുപോലെ ക്യാഷ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചിലപ്പം വീട്ടിൽ 2 ദിവസം ഉണ്ടാവും, ചിലപ്പം അത് ബാങ്ക് അടയ്ക്കാൻ പറ്റിയില്ലാവും. അയാൾ ഹോൾസെയിൽ വ്യാപാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ എത്രയോ ഹോൾസെയിൽ ബിസിനസ്സുകാർ കേരളത്തിലുണ്ട്. എല്ലാവരുടെയും വീട്ടിലൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ എപ്പോഴും അവർ വീട്ടിൽ തന്നെ കാണും. പക്ഷേ ക്യാഷ് നല്ലൊരു എമൗണ്ട് എപ്പോഴും കാണും. പക്ഷേ ഇവിടെ ഇപ്പം ചിറക്കലെടുത്ത് ഒരു വീട്ടിൽ ഒരു അറ്റംപ്റ്റ് നടത്തി, അവിടെ നിന്നൊന്നും ലഭിച്ചില്ല എന്ന് ഇപ്പം അവിടുത്തെ കൗൺസിലർ പറയുകയും ചെയ്തു. അപ്പോൾ അവർ ഒരു ഗ്യാങ് അവിടെ ഉണ്ട്. ഇപ്പം നല്ലൊരു എമൗണ്ട് കിട്ടി അവരവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു. അത് കിട്ടുന്നിടം വരെ അവർ ചെറിയ ഓപ്പറേഷൻ 1-2 ആഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പരിസരത്ത് എവിടെയെങ്കിലും ലോഡ്ജുകളിൽ ഇവർ മുറിയെടുത്ത് താമസിച്ചിട്ടുണ്ടാവും. അതിനുശേഷമാണ് അവർ, അപ്പോൾ അത് പോലീസ് അത് നോക്കണം. അടുത്ത കാലത്ത് ഇതിൻ്റെ പരിസരത്തിലും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തും ഈ വളപട്ടണത്തും ആ ഏരിയയിലെല്ലാം ലോഡ്ജുകളിൽ നോക്കണം, അവിടെ മുറി വിട്ട് പോയിട്ടുണ്ടോ, അത് ശ്രദ്ധിക്കണം. കാരണം ഇവർ ഈ ഷിസാബാദ് ഈ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ബംഗാൾ ഗ്യാങ്, അവർ വെൽ ഡ്രസ്ഡായിട്ട് ഒരു ഫുൾ സ്ലീവ് ഇടുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ രീതി വളരെ വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടത് ഈ ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ പോലീസ് ക്യാമ്പിന് അടുത്തൊരു ചെറിയ ലോഡ്ജ് മുറിയെടുക്കും. കാരണം അവിടെ ഇങ്ങ് സാധാരണഗതിയിൽ ആരും വന്ന് ചെക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ബംഗാൾ ഗ്യാങ് തൃശ്ശൂർ പൂക്കുന്നത്ത് 2022 ജൂലൈ മാസത്തിൽ ഒരു 32.5 പവനും 14 ലക്ഷം രൂപയും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ബംഗാൾ ഗ്യാങ്ങാണെന്ന് ഞാൻ അന്ന് മുതലേ അത് വായിച്ചപ്പോൾ മനസ്സിലായത്. അതുപോലെ തന്നെ ഈ റെയിൽവേയിലൂടെ വന്നു പോകുന്ന ഒരു ഗ്യാങ്ങിനെ റെയിൽവേ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞ ആൾ പിടിച്ചിട്ടുണ്ട് 2 വർഷം മുമ്പ്. അത് ശ്രദ്ധിക്കണം. അതിനകത്ത് 3 പേരാണ്. അവർക്കൊരു 40, 45, 50 വയസ്സിനകത്ത് പ്രായമുള്ളവരാണ്. അത് ബംഗാൾ ബലിയാദംഗിലുള്ള ഒരു ഷൗക്കത്ത് അലി, പിന്നെ ഒരു MD കെയും, പിന്നെ സുബൈർ ക്വാത്സ് എന്ന് പറഞ്ഞ 3 പേരാണ്. അത് നോക്കണം പോലീസുകാർ. കാരണം അവർ ട്രെയിനിൽ താമസിക്കുകയും നമ്മൾ ഇതിനു മുൻപും പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. നമ്മളൊന്ന് കവർച്ചയെന്നോ മോഷണമെന്നോ സെർച്ച് ചെയ്താൽ ദിവസേന നടക്കുന്ന എത്രയെത്ര വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുപോലെ വലിയ എമൗണ്ട് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വലിയൊരു എമൗണ്ട് ആകുമ്പോഴാണ് നമ്മളത് കൂടുതലായും വാർത്തയാക്കുന്നതും ശ്രദ്ധിക്കുന്നതും. വിമാനത്തിൽ വന്ന് കവർച്ച നടത്തി വിമാനത്തിൽ തന്നെ മടങ്ങുന്ന ഒരു ഹൈ ക്ലാസ് കള്ളൻ കഴിഞ്ഞ തവണ തെലങ്കാനയിൽ പിടിയിലായിരുന്നു. വിമാനത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളിൽ വെച്ച് തന്നെയാണ് അയാളെ പിടികൂടിയത്. ഇങ്ങനെയുള്ള പല സംഘങ്ങൾ, അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർ, എന്തുകൊണ്ടാണ് ഇവരെല്ലാം കേരളം ലക്ഷ്യമിടുന്നത്? അല്ല, അത് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. കൂട്ടായിട്ട് 3 പേര് 2 പേര് 3 പേര് ഒന്നിച്ച് വരുന്നത്. ഇവിടെ 3 പേര് വന്നിരിക്കുന്നത് അതൊരു ഗ്യാങ് ആണ്. ആ 3 പേര് ഒന്നിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒറ്റയ്ക്കുള്ളൊരു ഓപ്പറേഷൻ അല്ല ഇത്. അത് നമുക്ക് ആ CCTV ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാവും. അത് ആ CCTV ദൃശ്യം കണ്ടില്ലെങ്കിലും ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ നമ്മൾ പോയെന്ന് കണ്ടെന്ന് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുമ്പം മിനിമം ഇത്ര പേരുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഏതായാലും ഈ ബത്തേരിയിൽ ഒരു 73 പവനും 30 ലക്ഷം രൂപയും പോയി ഒരു കേസ് പിടിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അത് അവരെ നോക്കണം. അത് ബംഗാൾ ഗ്യാങ്ങാണെന്നാണ് ഞാൻ കരുതുന്നത്. അതെന്തായാലും നോക്കണം. അതുപോലെ ഈ കൽക്കട്ട ഞാൻ പറഞ്ഞവരെ തീർച്ചയായിട്ടും പോലീസ് ആ ഗ്യാങ്ങിനെ അവർ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാങ്ങാണ്. മറ്റ് ഗ്യാങ്ങൊന്നും ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ആലപ്പുഴയിലെ കേസുണ്ടായപ്പം
എല്ലാത്തിനും കുറുവ സംഘം എന്നാണ് പുറമെ ഇപ്പം പറയുന്നത്. ബംഗാളിലെ ഗ്യാങ് ആയാലും ശരി, അത് ഹരിയാനയിലെ ഷിക്കാപൂരിലെ ഗ്യാങ് ആയാലും ശരി, എല്ലാം കുറുവ സംഘം എന്ന് ജനറൽ ഇപ്പം മലയാളികൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് വിവിധ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തുന്ന കുറുവ സംഘങ്ങളാണിത്. അപ്പോൾ ഈ ബംഗാളിൽ നിന്ന് വരുന്ന കുറുവ സംഘം എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ നല്ല മോഷണം നടത്തുന്ന എക്സ്പെർട്ടാണ് അവരെ ആരും സംശയിക്കത്തില്ല. അവരുടെ ജീവിത രീതികളും എല്ലാം വളരെ വ്യത്യാസമാണ്. അവർ ഫ്രീക്വൻ്റായിട്ട് ഫ്ലൈറ്റിലും വരും, ട്രെയിനിലും വരും. കാരണം ഒരിടത്ത് നമ്മൾ ഈ ബംഗാൾ ഗാങ്ങിൻ്റെ അവരൊരു അഡ്രസ്സ് റെയിൽവേ ബുക്കിംഗ് സ്റ്റേഷനിൽ ബംഗാളി വെച്ച് ബുക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് തൃശ്ശൂർ വള്ളത്തോൾ നഗറിലെ പിൻകോഡാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് പഠിക്കണം. ശരി. കാരണം അവർക്ക് കേരളത്തിൽ നല്ല എറണാകുളത്തെ ഇവിടുത്തെയൊക്കെ അഡ്രസ്സ് ഇപ്പോൾ ഫേക്ക് അഡ്രസ്സിൽ അവർ ട്രെയിനിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ ഡെസ്റ്റിനേഷനിലോട്ട് പോകുമ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നോക്കണം. ഇത് ഈ ഗ്യാങ്ങിനെ പിടിച്ചില്ലെങ്കിൽ അത് വീണ്ടും വരും, അവർ ഓപ്പറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് ഇതൊരു ഡിറ്റക്ഷനിലോട്ട് വരണം. അതുകൊണ്ട് ക്രൈം വർക്ക് അറിയാവുന്ന നല്ല എക്സ്പെർട്ട് DYSPമാരും CAമാരും ഒക്കെ ഉണ്ട് കേരളത്തിൽ. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഒരു ഡിറ്റക്ഷനിലോട്ട് എത്രയും പെട്ടെന്ന് പോലീസ് കൊള്ളണം. കാരണം ഇവർ കേരളം വിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. ആ റെയിൽവേയിലെ അവരുടെ ബുക്കിങ് ഇവിടെ വരുന്നതിന് ഒരു രണ്ടാഴ്ചത്തെ വളപട്ടണത്തെ അങ്ങനത്തെയുള്ള സ്ഥലത്തെ റെയിൽവേ ബുക്കിംഗ് ഇങ്ങോട്ട് വന്നവരെ നോക്കണം. ശരി. അപ്പോൾ കുറേ ക്ലൂ ഒക്കെ പോലീസിന് അതിനകത്ത് നിന്ന് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി. ഞാൻ സാർ ശ്രീ ജോർജ് ജോസഫ് താങ്കളിലേക്കും മറ്റ് അതിഥികളിലേക്കും എത്താം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ മോഹൻ റോയ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, ഈ വളപട്ടണത്തെ കവർച്ചയ്ക്ക് തൊട്ടു മുൻപ് കേരളം ഞെട്ടിയത് പെരിന്തൽമണ്ണയിൽ നടന്ന കവർച്ച കേട്ടിട്ടാണ്. അത് ജ്വല്ലറിയിലെ സ്വർണം വീട്ടിൽ സൂക്ഷിക്കാൻ കൊണ്ടുപോകുന്ന വഴി കവർച്ചക്കാർ തട്ടി കടന്നു കളയുകയായിരുന്നു. ഇന്ന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് അത് കേസുമായി ബന്ധപ്പെട്ട് 13 പേർ പിടിയിലായിരിക്കുകയാണ്. അവർ 2 വർഷമായി നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് ആ അറ്റംപ്റ്റ് നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. 13 പേരുണ്ട് സംഘത്തിൽ. ഇനി 4 പേരെ പിടികൂടാനുമുണ്ട്. ഇവിടെ ഇപ്പോൾ 3 പേരെയാണ് CCTV ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അറിയില്ല. എന്തായാലും കൃത്യമായ നിരീക്ഷണത്തോടു കൂടി നടത്തിയ മോഷണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കവർച്ചയ്ക്ക് വേണ്ടി 2 കൊല്ലമൊക്കെ ഒരു വീട് ലക്ഷ്യം, 2 ആളുകളെ, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കൊണ്ടുപോകുന്ന ആളുകളെ ലക്ഷ്യമിടുക, അതിന് ആസൂത്രണം നടത്തുക, 13 പേർ അതിന് പിന്നിൽ പ്രവർത്തിക്കുക. ഈ സമയത്ത് വല്ല ജോലിക്കും പോയിരുന്നെങ്കിൽ കൃത്യമായി ജീവിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇതിനോടകം. ഇനി 4 പേരെ കൂടി കിട്ടിയാൽ മതി. എന്തുകൊണ്ടാണ് മോഷണത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ആകൃഷ്ടരാകുന്നത്? ആ ഒരു വശം പറയുമ്പോൾ നമുക്കിതിന്റെ മറുവശം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യയിൽ 100 കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എത്ര കുറ്റകൃത്യങ്ങളിലാണ് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളിൽ കൊലപാതകം ഉൾപ്പെടെ താഴോട്ട് വന്നാൽ എത്ര ശതമാനം പ്രതികളാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഈ കണക്കുകൾ വളരെ വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറിനൊക്കെ പറയാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന 100 കുറ്റകൃത്യങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര ശതമാനം കേസുകളാണ് ശിക്ഷിക്കപ്പെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു 10-15% വരത്തുള്ളൂ. മറ്റൊരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇന്നത്തെ ഈ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടല്ലോ, ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പണം എത്രയാണ്? 1,300,000 പവനമുണ്ട്. ഇതിന്റെ ഒരു വാല്യൂ എത്രയാണ്? മാഡം പറഞ്ഞത് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ, ഏത് ജോലി ചെയ്താലാണ് ഇത്തരം ഒരു പ്രായത്തിൽ ഇത്രയും പണം ലഭിക്കുന്നത്? അപ്പൊ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ രീതി അനുസരിച്ച് സംഘടിതമായി ഗാങ്ങുകൾ കുറ്റകൃത്യം നടത്തിയാൽ അവർക്ക് സംവിധാനങ്ങൾ വയ്ക്കാൻ സാധിക്കും, അവർക്ക് എത്ര വില കൂടിയ അഡ്വക്കറ്റുമാരെയും കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ വളരെ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ വെച്ച് ഉപദ്രവിച്ച് കൊന്ന ഒരു കേസിൽ ആ പ്രതിക്ക് വേണ്ടി വന്ന വക്കീൽ ആരാണ്? അയാളുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇത്തരം കാര്യങ്ങളോടുകൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അന്വേഷിക്കാത്ത കാലത്തോളം ഇത്തരം കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുകയല്ലേ ഉള്ളൂ. ഇവർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഉള്ള കണക്കുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഒരു ഗ്രാമം ഉൾപ്പെടെ ഒരു പ്രദേശമുണ്ട്. ഇപ്പോഴും
നമ്മളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷമായതിനു ശേഷം ഇപ്പൊ ചില സംഘങ്ങളെ പറ്റിയൊക്കെ ഇവിടെ ആൾക്കാർ പരാമർശിക്കുന്നുണ്ടല്ലോ. ഈ സംഘങ്ങൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഒരുമിച്ച് താമസിക്കുന്നവരല്ലേ? അവിടെയൊന്നും കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട്. അതുകൊണ്ടാണല്ലോ ഈ സംഘങ്ങളെയൊക്കെ അവിടെയൊക്കെ കേരള പോലീസ് പലപ്പോഴും ജീവൻ പണയം വെച്ച് നടത്തുന്ന ഓപ്പറേഷനുകൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. കേന്ദ്രീകൃതമായ ഒരു പോലീസ് സംവിധാനത്തിൽ ഡാറ്റ ഷെയറിങ്ങും ബാക്കിയുള്ള ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു പ്രചോദനമാവുകയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളിതിന്റെ ഒരു വശത്ത് ഇതിനൊരു ജോലി ചെയ്താൽ പോരെ, അവർക്ക് ഇത്രയും പണം കിട്ടില്ലേ, അവർക്ക് ജീവിച്ചുകൂടെ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് തരം ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നത്? എല്ലാ കുറ്റവാളികളും, കുറ്റം ചെയ്യപ്പെടുന്ന എല്ലാ കുറ്റവാളികളും വിശ്വസിക്കുന്നത് അവരെ പിടിക്കപ്പെടില്ല എന്നാണല്ലോ. പക്ഷെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കണക്കുകൾ തിരിച്ചാ പറയുന്നത്. ഇനി ആസൂത്രണത്തെയും മറ്റും പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കൃത്യമായി ആസൂത്രണം നടത്തുന്ന സംഘങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോഴും നമ്മൾ എത്ര നിരുത്തരവാദപരമായാണ് ഈ പണം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വീട് പൂട്ടി പുറത്തു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അതിന്റെ അടുത്ത പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളതാണല്ലോ. പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇനി CCTV ദൃശ്യങ്ങൾ ഉള്ളപ്പോൾ ഇത്രയും പണം വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു CCTV ദൃശ്യത്തിൽ ഒരു ഇൻട്രൂഡർ ഒരിടത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അലാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള CCTV ദൃശ്യമുണ്ടല്ലോ. ഇനി അവർ ഇത്രയും നാൾ ഇവിടെ കറങ്ങി നടന്ന് നിരീക്ഷിച്ചുവെങ്കിൽ ഇവർ ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ ഇവരെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം, ഈ പോലീസിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയിലും ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ അത്രയും പോലീസ് ഇല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അവിടെയല്ലേ സോഷ്യൽ പോലീസിങ്ങും ജനമൈത്രി പോലീസും ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. അപ്പൊ അത്തരം പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാകാതെ എന്ത് സംഭവിച്ചാലും ഇത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. നോക്കൂ, നമ്മുടെ പോലീസ് സംവിധാനത്തെ കുറിച്ച് ജോർജ് ജോസഫ് സാർ പറയുമല്ലോ, പോലീസും അന്വേഷിക്കുന്നത് എന്താ, CCTV ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇനി പല കേസുകളും നടന്നപ്പോ ആദ്യം CCTV ദൃശ്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പൊ CCTV ദൃശ്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്തെ പോലീസിംഗ് സംവിധാനം എങ്ങനെയായിരുന്നു? ഇനി CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലേ കേസ് തെളിയിക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? CCTVയും ആവശ്യം പിന്നെ മറ്റു കേസുകളിൽ മൊബൈലിന്റെ ടവറും, ഇതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണ രീതി പ്രധാനമായും. എനിക്കറിയില്ല 20-30 വർഷത്തെ പോലീസ് സംവിധാനം അങ്ങനെ ആയിരുന്നു എന്നും ഇപ്പോഴത്തെ പോലീസ് സംവിധാനം ഇങ്ങനെയാണോ എന്നും മറ്റ് വികസിത രാജ്യങ്ങളിലും മറ്റുമൊക്കെ ഇത്തരത്തിലാണോ കേസന്വേഷണം പോകുന്നത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ആ വാർഡ് കൗൺസിലർ സിന്ധു കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സിന്ധു, ഇപ്പോൾ പോലീസ് പട്രോളിംഗ് ഒക്കെ നടക്കുന്ന ഇടമാണോ അവിടെ? ഇപ്പോൾ ഇവർ തന്നെ ഇതിനു മുൻപുമൊക്കെ പണം ഇങ്ങനെ വെച്ച് വീട്ടിൽ വെച്ചിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാകാം. എപ്പോഴും ഇങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരാണ്. അപ്പോൾ അങ്ങനെ വരുന്ന പണം സൂക്ഷിക്കാറുണ്ട് ഇതിനു മുൻപും എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത്. അപ്പോൾ നേരത്തെയും അവർ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകും, ഒന്നും സംഭവിക്കില്ല എന്ന ഒരു തിരിച്ചറിവായിരിക്കും അത് ആവർത്തിക്കാൻ കാരണം. കളക്ഷൻ കിട്ടുന്ന പണമൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് എന്ന് അവർ തന്നെ പറയുന്നു. ഈ ഇടം പോലീസിൻ്റെയൊക്കെ വരവ് പോക്കൊക്കെ ഉള്ള ഇടമാണോ? പട്രോളിംഗ് ഒക്കെ നടക്കുമോ? ഇങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ ഇപ്പോൾ 2-3 നേരത്തെ കവർച്ച നടന്നു എന്ന കാര്യം താങ്കൾ സൂചിപ്പിച്ചുവെങ്കിൽ പോലും ഇങ്ങനെ ഒരു തുടർ കവർച്ച നടക്കുന്ന ഒരു ഇടമെങ്ങാനും ആണോ ഇത്? അതായത് പോലീസ് ഒരു 7 മണി 8 മണി സമയം എല്ലാ ഏരിയയിലും ഒന്ന് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും പോകും. രാത്രികാലങ്ങളിൽ സന്ദർശിക്കുന്ന കണ്ടിട്ടുണ്ട്. 8-9 മണി സമയങ്ങളിലെല്ലാം പോലീസ് സന്ദർശനം പോകുന്നത് കാണലുണ്ട്. വളപട്ടണം സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും പോകുന്നത് കണ്ടതായിട്ടുണ്ട്. സ്റ്റേഷൻ ഇതിന് അടുത്ത് ആണോ? ഈ വീടിനടുത്താണോ സ്റ്റേഷൻ? വളപട്ടണം സ്റ്റേഷൻ വീടിന് കുറച്ച് അടുത്തായിട്ട് തന്നെ വരുമോ. അപ്പൊ ആ ഭാഗങ്ങളിൽ സന്ദർശിക്കുന്നത് കാണലുണ്ട്. എല്ലാ ഭാഗങ്ങളിലും എത്താറുണ്ട് പോലീസ് സന്ദർശനം. ആളുകൾക്കൊക്കെ പേടിയൊക്കെ ഉണ്ടോ? ഇപ്പോൾ 2-3 സംഭവങ്ങളായി എന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു. അതൊരു ആളുകളിൽ ഒരു ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടോ? ഭയപ്പാട് അല്ലാതെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അതീ നിരീക്ഷണത്തിലാണ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വീണ്ടും തിരിച്ചെത്താം. നമുക്കൊപ്പം ഇപ്പോൾ പ്രിൻസ് ജോർജ് കൂടി ചേരുകയാണ്. DBFS MD കൂടിയാണ് അദ്ദേഹം. ശ്രീ പ്രിൻസ് ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ വാർത്ത കാണുമ്പോൾ എല്ലാവർക്കും അതിശയം, ഒരു വീട്ടിൽ ഇത്രയും പണവും സ്വർണവും സൂക്ഷിച്ചോ എന്നതുള്ളതാണ്. കളക്ഷൻ പണം ഇങ്ങനെയൊക്കെ ആളുകൾ സൂക്ഷിക്കാറുണ്ട് എന്നത് ഇവിടെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചു. പക്ഷേ ഇത്രയധികം സ്വർണം എന്തിന് വീട്ടിൽ സൂക്ഷിക്കുന്നു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ.
സ്വർണം നമുക്കറിയാം എപ്പോഴും സുരക്ഷിത മാർഗമാണ്, സമ്പാദ്യമാണ്, സുരക്ഷിത സമ്പാദ്യമാണ്. ഓഹരി വിപണി പോലും ചാഞ്ചാടുമ്പോൾ എല്ലാവരും സ്വർണത്തെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം കാണുന്ന പ്രധാനമന്ത്രിയുള്ള അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇപ്പോഴും സമ്പാദ്യ മാർഗം എന്ന് പറയുന്നത് പ്രധാനമായും സ്വർണം ആയി തന്നെ നിൽക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ രേണുക. ഏതാണ്ട് അരമണിക്കൂറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സബ്ജക്ട്, അതായത് ഈ ഇത്രയും വലിയൊരു കവർച്ച, അത് തുടർച്ചയായിട്ട് മറ്റ് കവർച്ചകൾക്ക് ശേഷം ഒരു കവർച്ച ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡൊക്കെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, തീർച്ചയായിട്ടും അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ കവർച്ച നടത്തിയ ആളെ കണ്ടെത്തേണ്ട ആവശ്യകതയൊക്കെ ഉണ്ട്. അതിന്റെ ജോർജ് സാറും മറ്റ് പാനലിസ്റ്റുകളും ഒക്കെ പറഞ്ഞു, വാർഡ് മെമ്പറും ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇത്രയേറെ കൂടി, അതുപോലെ തന്നെ ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് കുറഞ്ഞു. അതിന് തക്ക തരത്തിലുള്ള റൂൾസുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു എന്ന് പറയുന്നു. ഇൻകം ടാക്സ് ആക്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നു. കഴിഞ്ഞ ബജറ്റിൽ അത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇത്രയും വലിയ തോതിൽ ക്യാഷ് ആയിട്ട് എങ്ങനെ അവിടെ ഇരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. സ്വർണത്തിന്റെ കാര്യം പറയുക പറഞ്ഞു. നമുക്കറിയാം സ്വർണത്തിന്റെ വില ഏതാണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നന്നായിട്ട് കൂടി മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ ആളുകൾക്ക് സ്വർണം എപ്പോഴും ഒരു വീക്ക്നെസ്സുമാണ്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പലരും അതിനെ കണക്കാക്കുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അത് കംഫർട്ടബിൾ ആയിട്ട് ഒരു അപ്രീസിയേഷൻ ഉള്ള, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ വില കൂടിയപ്പോഴത്തേക്കും അത് കൂടുതൽ അട്രാക്ഷൻ ആണ് മോഷ്ടാക്കളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഏതായാലും സ്വർണം അത് തന്നെയല്ല, സ്വർണത്തിനൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ പെട്ടെന്ന് നമുക്കത് ലിക്വിഡേറ്റ് ചെയ്ത് ക്യാഷ് ആക്കാനും പറ്റും. ഇപ്പൊ മോഷ്ടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമായതുകൊണ്ട്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പമുള്ളതുകൊണ്ട് ആണ് അവർക്ക് തിരിയുന്നത്. ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഇത്രയും വലിയ തുക ക്യാഷ് ആയിട്ട് ഇന്ന് ട്രാൻസാക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് സൂചിപ്പിക്കുന്ന കാര്യം, ഈ ടാക്സ് അതോറിറ്റീസിന്റെ കണ്ണ് വെട്ടിച്ച് വലിയ തോതിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇപ്പോഴും എക്കണോമിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു 100% ടാക്സ് അടച്ച കാശാണോ എന്ന് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആകാതിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്രയും വലിയ ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻ നടത്തണം? പ്രത്യേകിച്ചും ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പാൻ നമ്പർ കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇത്രയും വലിയ ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ഒരു ടാക്സ് എന്നിരുന്നാലും ഇത്രയും ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് വരില്ല. അത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രധാനമായിട്ടും ഒരു ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള ഒരു ബില്ലിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തായാലും ഒരു വീട്ടിൽ ഇത്രയും ക്യാഷ് സൂക്ഷിക്കുക, ഇത്രയും ഗോൾഡ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് സേഫ് അല്ല. പിന്നെ എന്താണ് ഓപ്ഷൻ? ഡിജിറ്റൽ ആയിട്ട് ഇതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഇപ്പൊ ഗോൾഡ് ആണെങ്കിലും ഡിജിറ്റലായിട്ട് കീപ്പ് ചെയ്യാം, ക്യാഷ് ആണെങ്കിലും ബാങ്കിൽ കീപ്പ് ചെയ്യാം. പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈംസ് വളരെയേറെ കൂടി, ധാരാളം ആളുകൾ കളിപ്പിക്കപ്പെടുന്നുണ്ട്. സൈബർ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾസ് ഒക്കെ വന്ന് കളിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ന്യൂസുകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള പണം സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു തലവേദന, ഒരു ബേർഡനുമായിട്ട് ആളുകൾക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇതാണ് എനിക്ക് ഇനീഷ്യലായിട്ട് പറയാനുള്ളത്. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പെരിന്തൽമണ്ണയിലെ കാര്യവും സൂചിപ്പിച്ചു. വർഷങ്ങൾ, 2 വർഷമൊക്കെ സമയമെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കവർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അതിന് കൂടുതൽ സംഘാംഗങ്ങളെ ഉണ്ടാക്കി. 13 പേർ ഇതിനോടകം തന്നെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതങ്ങ് വിപുലീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ കവർച്ചയ്ക്ക് പറ്റിയ ഒരു ഇടമായി കവർച്ചക്കാർക്ക് തോന്നുന്നത്? നമ്മളുടെ പോലീസിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. എല്ലായിടത്തും ഒന്നും ഓടിയെത്താൻ പറ്റുന്ന സ്ട്രെങ്തോ സംവിധാനങ്ങളോ ഇല്ല. അപ്പോൾ പോലും കുറേയധികം വീഴ്ചകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? പട്രോളിംഗ് ഒന്നും കൃത്യമായി പലയിടങ്ങളിലും നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുറുവ സംഘം ഇറങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. താങ്കൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അവിടെ ഉണ്ടായ ആശങ്ക എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. കൊള്ളക്കാരെല്ലാം കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ യഥേഷ്ടം കാര്യം നടത്തി മടങ്ങാമെന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നുണ്ടോ? ഇല്ല, മലയാളികൾ വളരെയധികം ആൾക്കാർ സ്വർണം സൂക്ഷിക്കുന്നവരാണ്. അത് പണ്ട് മുതൽ അങ്ങനെയാണ്. സ്വർണത്തോട് വലിയ കമ്പമാണ്.
ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകൾ ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാമല്ലോ കേരളത്തിൽ. അത് നോർത്ത് ഇന്ത്യ പോലെയല്ല, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലെല്ലാം സ്വർണ്ണക്കടകളുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ ഉള്ളത്. അതുപോലെ എയർപോർട്ട് വഴി വരുന്ന സ്വർണ്ണത്തിനുള്ള കയ്യും കണക്കും ഉണ്ടോ? ഒരു 10-50 പേര് സ്വർണം കൊണ്ടുവന്നാൽ ഒരു 10 എണ്ണത്തിനെ പിടിക്കും. ബാക്കി സ്വർണം മാർക്കറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലാണ് സ്വർണം വരുന്നത്. എയർപോർട്ടുകളിൽ 3-4 എയർപോർട്ടിൽ എത്ര പേരെ പിടിച്ചാലും അടുത്ത ദിവസം കാണാം അത്ര 2-3-4 പേരെ വീണ്ടും പിടിച്ചെന്ന്. അത് നിരന്തരമായിട്ട് സ്വർണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന സ്വർണം ഒരു പെനാൽറ്റി അടിച്ചാലും ശരി, ആ സ്വർണം ഇവിടെ തന്നെ പിന്നീട് ലീഗലായിട്ട് ഓപ്ഷൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ സ്വർണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾക്കറിയാം സ്വർണ്ണമാണ് ഏറ്റവും സേഫ്. ആ പണം മുഴുവൻ അവർ ഈ സ്വർണത്തിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് മിക്കവാറും മലയാളികളുടെ കല്യാണം ഇന്ന് നടക്കുന്നിടത്തെല്ലാം കൊടുക്കുന്നത് മുഴുവൻ സ്വർണത്തിലാണ് കൊടുക്കുന്നത്. ക്യാഷ് അധികം കൊടുക്കില്ല. അപ്പോൾ സ്വർണത്തിന് നല്ല ഡിമാൻഡുണ്ട്. അത് എല്ലാ കള്ളന്മാർക്കും അറിയാം. കേരളത്തിൽ നന്നായിട്ട് സ്വർണം വരുന്നുണ്ട്. പത്രവാർത്തകൾ കാണാം. മിക്കവാറും എയർപോർട്ടിൽ ലേഡീസിനെ പിടിക്കുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാരെ പിടിക്കുന്നു, അവരുടെ കൈവശത്ത് ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം പിടിക്കുന്നു. അതൊക്കെ സർവ്വസാധാരണമായി കേരളത്തിലെ. അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നത് കേരളത്തിൽ തന്നെ ആയിരിക്കും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കേരളത്തിലെ പോലെ ഇങ്ങനെ അടുത്തടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇന്ത്യ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരൊറ്റ പട്ടണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ ഒക്കുള്ളൂ. കാരണം എല്ലാ ഗ്രാമങ്ങളിലും വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിക്കഴിഞ്ഞു. അപ്പം ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ നിരന്തരമായിട്ട് ഇന്ത്യയിലെ പല ഗാങ്ങുകളും വന്നു പോകുന്നുണ്ട്. അത് ഇനി കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അത് നമുക്ക് കേരളത്തിലെ എത്ര പോലീസ് ശക്തമായാലും ശരി, അത് വിദഗ്ധമായ രീതിയിൽ അവരതിവിടെ ഓപ്പറേറ്റ് ചെയ്യും. കേരളത്തിൽ തന്നെ എത്ര പേര് നമുക്കറിയാം ഓൺലൈനിൽ പണം നഷ്ടപ്പെടുന്നു. അത് 1 കോടി 2 കോടിയൊക്കെ നമ്മൾ ഞെട്ടുകയാണ്. നമ്മൾ ഇതുവരെ 1 കോടി കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ആൾക്കാർക്ക് 1 കോടി പോയി, 2 കോടി പോയി, 2.5 കോടി പോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിശയം ചെയ്യുകയാണ്. അവരൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് കൊടുക്കുന്നുണ്ടോ? അത് നേരത്തെ പ്രിൻസ് ജോർജ് പറഞ്ഞ പോലെ ഈ ടാക്സ് കൊടുക്കാൻ മലയാളികൾ മടിയാണ്. അപ്പോൾ അത് ബ്ലാക്ക് മണിയായിട്ടൊക്കെ തന്നെയാണ് പലരും ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അത് എളുപ്പം നമുക്ക് സ്വർണ്ണമാണ്. അത് വീട്ടിലല്ലേ സൂക്ഷിക്കാനൊക്കെ ഉള്ള അക്കൗണ്ട്. ശ്രീ ജോർജ് പിന്നെ വ്യാപാരികൾ നമുക്ക് കേരളത്തിൽ ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ അങ്ങനെ പണം സൂക്ഷിക്കുന്ന, അനധികൃതമായി പണം സൂക്ഷിക്കുന്ന കുറേ ആളുകൾ, അവരെ ലക്ഷ്യമിടുന്ന മറ്റു കുറച്ചു പേർ എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണണമോ? താങ്കൾ സൂചിപ്പിച്ചു എയർപോർട്ടുകൾ വഴി എത്തുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷെ നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരം വാർത്തകളിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിന് പകരം ഈ കവർച്ചകൾ ഇവിടെ കൂടി വരുന്നതായും ലക്ഷ്യമിടുന്നു. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ടോ? ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഓർഗനൈസ്ഡ് ക്രൈമിലാണിപ്പോൾ ഈ സ്മഗ്ലിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? അതെ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വളരെയധികം ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന പഴയ പോലെയല്ല. ഞാൻ എപ്പോഴും അത് വാച്ച് ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഈ സ്വർണ്ണക്കടത്തിനകത്ത് പിടിച്ചുപറിക്കും കൊലപാതകത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനൊന്നും കാരണം ഇതിനകത്ത് ഈ ഡ്രഗ്സിൻ്റെ വരവോടുകൂടി പണം അതുപോലെ ഒഴുകുകയാണ് കേരളത്തിലേക്ക്. കാരണം ഇവിടെ നമുക്ക് മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികൾ ധാരാളം പേരുണ്ട്. അവർ മിക്കവാറും കഞ്ചാവ് അടിക്കുന്നവരും ഉപയോഗിക്കുന്നവരും അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും. അപ്പം മാർക്കറ്റുണ്ട് ഇവിടെ നന്നായിട്ട് കേരളത്തിൽ. അപ്പം മണി നന്നായിട്ട് ഒഴുകുന്നുണ്ട്. അത് കൂടുതൽ സേഫായിട്ട് ബാങ്കിലൊന്നും കാണിക്കാതെ ബ്ലാക്ക് മണിയാണ്. അതൊന്നും ബാങ്കിലൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല, സ്വർണ്ണത്തിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് തന്നെയല്ല, ഈ ഓർഗനൈസ്ഡ് ആയിട്ട് ക്രൈം അവരെ ഒന്നും ഇതുവരെ പിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കാറിൽ ഒരു സ്വർണം വാങ്ങിച്ച് ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് ലീഗലായിട്ട് നമ്മൾ വാങ്ങിച്ച് കാറിൽ പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പം തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച് തിരുവനന്തപുരത്ത് വന്ന ഒരു 10 കാറെങ്കിലും നമ്മളെ ചേസ് ചെയ്യും. ബാലാഭാസ്കറിൻ്റെ മരണം പറഞ്ഞിട്ട് അതിവിടെ ആരും ചെവിക്കൊണ്ടില്ല, പോലീസ് ചെവിക്കൊണ്ടില്ല ആരും. അതൊരു ചേസായിരുന്നു അന്ന്. ബാലാഭാസ്കറിൻ്റെ മരണത്തിൽ അതിൻ്റെ പിന്നിൽ 3-4 കാറുണ്ടായിരുന്നു. പക്ഷേ അത് പോലീസും അംഗീകരിക്കുന്നില്ല. കാരണം അതിൻ്റെ പുറകെ ഒന്നും പോകാൻ ഇവിടെ ആർക്കും കഴിയില്ല, CBIയും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത് തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ ഡ്രഗ്സ് ആയിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഗോൾഡുമായിട്ട് വരുന്നവരോ കേരളത്തിൽ എവിടെ പോയാലും ശരി വാഹനം ചേസ് ചെയ്യും. കാരണം വളരെയധികം ആൾക്കാർ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വളരെയധികം ചെറുപ്പക്കാരാണ് അതിൽ ഇൻവോൾവ്. ഏത് മർഡർ ചെയ്യുന്നതിനും മടിയില്ല. കാരണം ഇപ്പോഴത്തെ നമ്മൾ ഓരോ ദിവസം ക്രൈം റേറ്റ് നോക്കിക്ക്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ഫ്ലാറ്റിലൊരു മർഡർ ഉണ്ടായത്. എറണാകുളത്ത് ഒരു ലേഡി 55 ദിവസം ഫ്ലാറ്റ് സേഫ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഫ്ലാറ്റിൽ അവർ
ഒരു മർഡർ ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഞാൻ അവരെ ചോദിച്ചത് കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണം അതിലെ മാത്രം കൊണ്ടുപോയി അതിലെ ബുദ്ധിമുട്ടുകൾ അവരെ കുറയ്ക്കാൻ മൊബൈൽ ഇപ്പോൾ ഇവിടെ കൊണ്ടു. ഈ രീതിയിൽ അപ്പോ കവർച്ചകൾ നടത്തുന്നതായി എളുപ്പം എന്ന് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഞാൻ മറ്റതിഥികളിലേക്കും എത്താം. നമുക്കൊരു ചെറിയ ഇടവേള അത്യാവശ്യമാണിപ്പോൾ. ഇടവേളയിലേക്ക്. പ്രതിപക്ഷ വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ മോഹൻ റോയ്, ഇന്ന് സ്വർണത്തിൻ്റെ വില ഒരു പവന് 57,440 രൂപയാണ്. 300 പവൻ സ്വർണം ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1,72,00,000 രൂപയോളം അത് തന്നെയുണ്ട്. ഒരു പവൻ 57 ആകുമ്പോൾ മിനിമം ഒരു പവൻ്റെയോ അല്ലെങ്കിൽ 2 പവൻ്റെയോ ഒക്കെ ഒരു മാല ഒരാൾ ധരിച്ചാൽ 1,15,000 രൂപ അതിന് വില വരും. അപ്പോൾ ഇടുന്ന സ്വർണമായാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന സ്വർണമായാലും അതിൻ്റെ റിസ്ക് എത്രമാത്രമുണ്ട് എന്ന് സൂചിപ്പിക്കാനായാണ് ഞാൻ ആ കണക്ക് പറഞ്ഞത്. അപ്പോൾ സ്വർണത്തിന് ഇങ്ങനെ വില കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണം വീട്ടിലിരിക്കുന്നത് അത്രമാത്രം റിസ്ക്കായി മാറുന്നു. പക്ഷേ അപ്പോൾ പോലും ആരും അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല, കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. എത്രമാത്രം കിട്ടുന്നോ അത് ധരിക്കാനും സൂക്ഷിക്കാനും മലയാളികൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാകും അത്? അല്ല, ഇവിടെ മലയാളിയുടെ പൊതുവായ ഒരു പ്രകടനപരതയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളിപ്പോഴും പല നഗരങ്ങളിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് ആ കല്യാണ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഹാളിലൊക്കെ എത്ര കോടി രൂപയുടെ എന്താ പറയുക, ഇങ്ങനെ ഉപയോഗിക്കേണ്ട വാക്കിനിക്കല, എത്ര കോടി രൂപയാണ് ആ കല്യാണ ഹാളുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഈ കല്യാണ ഹാളുകളിൽ ഇതിന്റെ തലേന്ന് ഈ ബാങ്കുകളിൽ ഒരു രീതി നടക്കുന്നത്. അതായത് ലോക്കറെ കൊണ്ട് വെക്കുന്നു, തലേന്ന് പോയി എടുക്കുന്നു. അന്ന് രാവിലെ അല്ല ആരും പോയി എടുക്കുന്നത്. വന്ന് പല ബാങ്ക് ലോക്കറുകളും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബാങ്ക് ലോക്കറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ വന്ന് സ്വർണം ഇട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ചില ആൾക്കാർ അവിടെ വന്ന് സ്വർണം ഇട്ട് ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ച് അതേ ലോക്കറിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നവരുണ്ട്. അപ്പം സുരക്ഷിതമായ ഒരു നിക്ഷേപമാണ് സ്വർണം. എനിക്ക് തോന്നുന്നു പ്രിൻസ് ജോർജ് സാറൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായി പറയും. സുരക്ഷിതമായ നിക്ഷേപമാകുമ്പോഴും ഈ സുരക്ഷിതമായ നിക്ഷേപം എനിക്ക് ഇത്രയും ഉണ്ട് എന്ന് നമുക്ക് ആൾക്കാരെ കാണിക്കേണ്ട ഇത്രയും വലിയ ഒരു കാര്യം എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നമ്മുടെ ഒരു പ്രകടനപരതയുടെ കാര്യം. കാരണം ഇപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ചില കമ്പനികളുടെ പരസ്യങ്ങളുണ്ട്. അവർ പറയുന്നത് റോൾഡ് ഗോൾഡ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പൊ എന്താണ് റോൾഡ് ഗോൾഡ്? ഗോൾഡ് ഇല്ലെങ്കിൽ ഈ റോൾഡ് ഗോൾഡ് നമുക്ക് ഈ റോൾഡ് ഗോൾഡ് നിങ്ങൾ കഴുത്തിൽ അണിയുമ്പോൾ തന്നെ ഒരു റിസ്ക് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണ്? പിന്നെ എല്ലാവരും പണ്ട് പറയാറുണ്ട്, ഈ പുരുഷന്മാരുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഒരു ആഭരണം ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ഡെപ്പോസിറ്റ് ആണ്, എവിടെ വേണമെങ്കിലും ഒരു അപകടത്തിലല്ലോ. അതിന് നമുക്ക് ക്രെഡിറ്റ് കാർഡുകളുണ്ടല്ലോ, ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാം അപ്പുറത്തേക്ക് നമുക്കിത് മറ്റുള്ളവരെ കാണിക്കണമെന്ന് നമ്മൾ സ്വർണ്ണമാണ്. ഞാൻ പൊതുവെ അതിലൊരു ലിംഗവിവേചനം ദയവായി കാണിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പൊതുവെ നമ്മളൊരു കല്യാണത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പല ആൾക്കാർ സംസാരിക്കുമ്പോൾ ചില ആൾക്കാരെങ്കിലും സംസാരിക്കുന്നത് സ്വർണം എത്രയാണ്, എത്ര ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലും ഈ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിലയിരുത്തുന്നതും പല കല്യാണങ്ങൾ നടക്കുമ്പോൾ ഇപ്പോഴും പല കല്യാണങ്ങളും നടന്ന് വീടുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീട്ടിലെ മുതിർന്നവർ ചോദിക്കുന്നത് പെൺകുട്ടിക്ക് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു എന്നും ആ ഫോട്ടോ എടുത്ത് കാണിക്കാനുമാണ്. ഭാഗ്യവശാൽ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തില് ഇപ്പൊ നടക്കുന്ന കല്യാണങ്ങളുടെ കണക്കുകളും വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ കല്യാണങ്ങൾ തന്നെ കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം മാത്രമായിരിക്കും. പക്ഷെ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ നിങ്ങൾ സ്വർണം വാങ്ങിക്കുമ്പോഴും ദയവായി നിങ്ങൾ ഇത് തനിക്ക് സ്വർണ്ണമുണ്ട്, തന്റെ കയ്യിൽ സമ്പാദ്യമുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. എനിക്ക് അസറ്റ് മാനേജ്മെന്റ് ഒക്കെ കൃത്യമായി നടത്തുന്ന പ്രൊഫസർ ലിക്വിഡ് അസറ്റ് ഉണ്ട്, സോളിഡ് അസറ്റ് ഉണ്ട്. ആ അസറ്റുകളെല്ലാം കൂടി നിങ്ങൾക്ക് എത്ര വീടുണ്ടെന്ന്, നിങ്ങൾ ഏത് കാറിലാണ് വന്നത് നിങ്ങൾ എഴുതി സൂക്ഷിക്കുമോ? പിന്നെ എന്തിനാണ് നിങ്ങളിത് കാണിക്കുന്നത് എന്നുള്ളത് ഓരോ മലയാളിയും ചോദിക്കേണ്ടതാണ്. സുരക്ഷിത നിക്ഷേപം അല്ലെങ്കിൽ സമ്പാദ്യമാണ് സ്വർണം എന്നതിൽ സംശയമില്ല. ഓരോ ദിവസവും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതിലും വലിയ സമ്പാദ്യം ജീവനുകളാണ് എന്ന് കൂടി മനസ്സിലാക്കണമല്ലോ. നമ്മളുടെ സുരക്ഷയാണ് അതിലും പ്രധാനം എന്ന് മനസ്സിലാക്കണമല്ലോ. പല കേസുകളിലും ഒരു തരി സ്വർണത്തിന് വേണ്ടിയൊക്കെ ആളുകളെ അപായപ്പെടുത്തുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ എങ്ങനെ നിക്ഷേപം സുരക്ഷിതമാക്കാം എന്നതിൽ, ഈ രീതിയിലല്ലാതെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാം എന്നതിൽ ഈ ചർച്ച കാണുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റിന്റെ അഭിപ്രായങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഇതൊരു ഷോ ഓഫ് നടത്തുക എന്നുള്ളതാണ് പല ആളുകളുടെ ലക്ഷ്യം.
ഇത് പറയുമ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർണം ഓർണമെന്റ്സ് ആയിട്ട് മേടിച്ച് സൂക്ഷിക്കുന്നത് എപ്പോഴും ഒരു നഷ്ടക്കച്ചവടമാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ആംഗിളിലാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. സ്വർണം ഒരു നല്ല അസറ്റാണ്. അത് നമുക്ക് ഒരു 10-15% വരെ നമ്മളുടെ ഉള്ള മൊത്തം ആസ്തിയുടെ അത് വരെ ആ ലെവൽ വരെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഗോൾഡ് കോയിൻസ് ആയിട്ടോ ബാറായിട്ടോ വാങ്ങിയിട്ട് ബാങ്ക് ലോക്കറിൽ വെക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കും, ബാങ്ക് ലോക്കറിൽ അത് ഇരിക്കുന്നതുകൊണ്ട് കമ്പാരിറ്റീവ്ലി സേഫ് ആയിരിക്കും. അത് വീട്ടിലായാലും വെക്കുന്നത് ഒരു കാരണവശാലും സേഫ് അല്ല. അതുപോലെ തന്നെ അത് അണിഞ്ഞുകൊണ്ട് ഇതുപോലെ വലിയ തോതിൽ ഗോൾഡ് ധരിച്ചുകൊണ്ട് പുറത്ത് കറങ്ങി നടക്കുന്നത് അത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അത് വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകുന്നുമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡിജിറ്റൽ രീതിയിലും ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് നാൾ മുമ്പ് റിസർവ് ബാങ്ക് ഇറക്കിയ ഗോൾഡ് ബോണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ഗോൾഡ് കീപ്പ് ചെയ്യാം. ഗോൾഡിന്റെ അപ്രീസിയേഷൻ, അതായത് ഗോൾഡിന്റെ വില കൂടുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ നമ്മൾ ഗോൾഡ് കോയിൻസോ ബാറോ ഡിജിറ്റൽ ഗോൾഡോ ഇല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള ഫണ്ടുകളിലും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ് ETF-കളുണ്ട്. ഇതൊക്കെ വാങ്ങുന്നതാണ് എന്തുകൊണ്ടും ഈ നിക്ഷേപകർക്ക് നല്ലത്. ഫിസിക്കലായിട്ടുള്ള ഗോൾഡ് മേടിച്ച് വീട്ടിൽ വെക്കുന്നതോ അത് ഓർണമെന്റ്സ് ആയിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിന് മേടിക്കുന്നതോ രണ്ടും ഒട്ടും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. ശരി, എന്തായാലും ലീഗൽ മണി ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആവും പ്രിൻസ് ജോർജ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും കൊള്ളക്കാർ, കവർച്ചക്കാർ കേരളത്തെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകാനിടയുള്ള ആളുകളും വീടുകളും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. പോലീസ് അവരെ നിരീക്ഷിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓരോ സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് വാർത്തയാകുന്നതും പോലീസ് പ്രതികൾക്ക് പിന്നാലെ പായുന്നതും. നമുക്ക് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ സൂക്ഷിക്കാം. അതിന് ആർക്കെങ്കിലുമൊക്കെ ഈ ചർച്ച ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.